പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത് വാക്യം, ജീവനും കൃപയും നീ എനിക്ക് നൽകി എന്ന് ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏതായിരുന്നാലും ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും എന്നെ പോറ്റുവാനും എന്നെ പുലർത്തുവാനും എന്നെ കരുതുവാനും എന്നെ കാക്കുവാനും എനിക്ക് ജീവനും കൃപയും നൽകുവാനും ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളെന്നും ആ ദൈവമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നതെന്നും ഇനിയും മേലാൽ എന്നെ നടത്തുവാനും എൻ്റെ സൃഷ്ടിതാവായ എൻ്റെ ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം പറയുന്നത്, അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ജീവിതത്തിൽ നാശത്തിൻ്റെ വക്കിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ നാശത്തിനകത്ത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് അത്യുന്നതനായ ദൈവത്തിന് കഴിയുമെന്നും ദൈവത്തിൻ്റെ ദയയും കരുണയുമാണ് പലപ്പോഴും നമ്മെ സൂക്ഷിക്കപ്പെടുന്നതിന്, കരുതപ്പെടുന്നതിന്, വിടുവിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നതെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 6-ാം വാക്യത്തിൽ വരുമ്പോൾ, യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. പീഡിപ്പിക്കുന്ന ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിനു വേണ്ടി സർവശക്തിയുള്ള ദൈവം നീതിയും ന്യായവും നടത്തിക്കൊടുക്കുകയും ആ തലത്തിൽ അവരെ മാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. വീണ്ടും 8-ാമത് വാക്യത്തിൽ വരുമ്പോൾ, നമ്മുടെ ദൈവം, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, നമ്മെ ഉരുവാക്കിയ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഹോവ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ എന്നോർമ്മപ്പെടുത്തുകയാണ്. ഇയ്യോബിനും വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ കൈമിടുക്കുകൊണ്ടോ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ നിലനിൽക്കുന്നതല്ലെന്നും, ജീവൻ എനിക്ക് നിലനിൽപ്പാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതെൻ്റെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതയാത്രയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും നിൽപ്പാനുള്ള, സഹിപ്പാനുള്ള കൃപ എനിക്ക് നൽകുന്നത് എൻ്റെ ദൈവം തന്നെയാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് നാം മുൻപോട്ട് പോകുന്ന എല്ലാ വഴികളിലും നമുക്കാവശ്യമുള്ളതായ ജീവനും ചൈതന്യവും അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും ഒക്കെ നൽകിത്തരുന്നത്, നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മെ കാക്കുന്നത് നമ്മുടെ ദൈവമാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള പ്രതീക്ഷകളൊക്കെയും അസ്ഥിരപ്പെടുന്ന ഇടത്ത് നമുക്കാവശ്യമുള്ള കൃപകൾ നൽകി തക്ക സമയങ്ങളിൽ നമ്മെ നടത്തുന്നതും നമ്മുടെ ദൈവമാണെന്നോർത്തുകൊണ്ട് ഇയ്യോബിനെ പോലെ നമുക്കും പറയാം, ജീവനും കൃപയും നൽകുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം.
എൻ്റെ ദൈവം എനിക്ക് ജീവനും കൃപയും നൽകി എന്നെ അത്ഭുതകരമായി നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ജീവനും ഞങ്ങൾക്ക് കൃപകളും ഞങ്ങൾക്ക് കരുണകളും കരുതലുകളും സ്നേഹവും ഒക്കെ പകർന്നു തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദയയും കരുണയും ഞങ്ങൾക്ക് നൽകുന്ന നീതിയും ന്യായവും ഞങ്ങൾക്ക് നടത്തിത്തരുന്ന കരുണയും കൃപയും ഞങ്ങൾക്ക് തരുന്ന ഒരു ദൈവമെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.